ഇതാരാ? ഇതാണ് പട്ടാമ്പി സാറ്. പട്ടാമ്പിയാ? പട്ടാമ്പി അല്ല, പട്ടാമ്പി. പാലക്കാടൻ പട്ടര. പട്ടാളം പട്ടാളം. ഹലോ, തന്നെ ഇറങ്ങി വേണം. എന്താണോ വിളിച്ചാ വരാനോ മടി? എന്തിനാ സാറേ? ഓ, അപ്പൊ താൻ കാര്യം എന്തെന്ന് അറിഞ്ഞാലേ കയറുള്ളൂ. അതല്ല. എന്നാ കയറും. എടോ, അങ്ങോട്ടല്ല മുമ്പോട്ട്. ഒന്ന് വേഗം ആവട്ടോ. പറച്ചോനെ, നമ്മളെ സുഖൂനെ പട്ടാളം പൊക്കിയല്ലോ. പോലീസായാലും പട്ടാളായാലും അങ്ങനെ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റോ? ഇതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ടേ. പട്ടാളല്ലേ പൊക്കിയത്? കുറച്ചു പേര് ആ ചെറുക്കന്റെ വീട്ടിൽ ചെന്ന് വിവരം അറിയിക്കുക. ഇനിയിപ്പോ ചിലപ്പോ കാണാൻ പറ്റിയില്ലെങ്കിലോ? നമുക്ക് കുറച്ചാൾക്ക് ക്യാമ്പിലേക്ക് പോകും. എനിക്കൊരു പ്രശ്നം വെപ്പുണ്ട്, അത് മുടക്കാൻ പറ്റില്ല. ഈ ചെറുക്കൻ ഇത് എന്ത് ചെയ്തിട്ടാണാവോ? പട്ടാളത്തിന് അങ്ങനെയൊന്നുമില്ല. സംശയം തോന്നി ഞങ്ങൾ ആരെയും പൊക്കും. ഞങ്ങളാ? അതെ. എന്നാ നമുക്ക് ക്യാമ്പിലേക്ക് പോവാം. വൈദ്യരെ, നിങ്ങൾ ഗോപാലത്തിന് ഇങ്ങോട്ട് വന്ന് വീട്ടിൽ പോയി വിവരം പറയും. ഞങ്ങൾ ക്യാമ്പിലേക്കോട്ടെ. നീ അതൊക്കെ പൂടി കൂട്ടി കളിച്ചല്ലേ. പേര് പോയി നോക്കാം. ഈ താടി പഠിച്ചിട്ട് പോണോ? ക്യാമ്പിലേക്ക് വാ. എന്താ തന്റെ പേര്? തനിക്കിവിടുത്തെ പോലീസ് സ്റ്റേഷൻ അറിയോ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. അതൊക്കെ പിന്നീട് തീരുമാനിക്കാം. ചോദിച്ചതിന് ഉത്തരം പറയും. അതിന് താൻ എന്തിനോട് കരയുന്നു? എടോ, താൻ എന്തിനാ കരയുന്നു? അയ്യേ, എടോ, താൻ എന്ത് പണിയായി കാണിച്ചത്? പേടിച്ചിട്ടാ സാറേ. വലിയ മെനക്കേടായല്ലോ. എടോ, കരുത്തിൽ നിർത്താൻ. എടോ, ഞാൻ തന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നല്ലോ. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഒന്ന് കാണിച്ചു തരാം. ആ, കള്ളൻ തൽക്കാലം ഇങ്ങനെ നിന്നാ മതി. ഒറ്റ മിനിറ്റ്, ഒന്ന് ശ്വാസം പിടിച്ചോട്ടെ. താനിവിടെ ഇരുന്നോ. ധൈര്യത്തിന്റെ മുണ്ട് നിറഞ്ഞ ആരും കാണണ്ട കേട്ടോ. നാളെ എല്ലാ എഡിഷനിലും കളറിൽ തന്നെ കേറണം. ശരി സാർ. നാളത്തെ പത്രത്തിൽ തന്നെ കേറുവോ? കേറും. നിന്റെ ചരമ വാർത്ത. ഈ 20 സാധനം ആ പോസ്റ്റ് ഓഫീസിന്റെ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടേ കൊടുത്തേക്ക്. അയ്യോ, അത് സാറിന്റെ വീടല്ലേ? പിന്നെ May I come in? Yes, come in. അയ്യോ, SI. I am SI കേശവൻ, ഗബ്ബാർ കേശവൻ. എന്താ സംശയമുണ്ടോ? അയ്യോ ഇല്ല, ഐ എം സോറി. മനസ്സിലായില്ല. സത്യമായിട്ട് മനസ്സിലായില്ല. ഈ ഗബ്ബാർ എന്ന് പറയുന്നത് വീട്ടുപേരോ അതോ? ആ വീട്ടുപേര് സ്ഥലപ്പേരൊന്നുമല്ല. എന്റെ ഈ സ്റ്റൈല് കണ്ട് നാട്ടുകാരെനിക്ക് ഇട്ട പേരാ. പിന്നെ ഞാനത് സ്ഥിരമാക്കി. സംശയിക്കണ്ട, എല്ലാം ഞാൻ തന്നെ. ഗബ്ബാർ കേശവൻ, വിവിധ രൂപങ്ങളിൽ, വിവിധ ഭാവങ്ങളിൽ. കൊള്ളാം, നന്നായിരുന്നു. ഇതൊക്കെ ഞാൻ വിവിധ സ്റ്റേഷനുകളിൽ ജീവൻ പണയം വെച്ച് നടത്തിയ ധീരവേട്ടകളാണ്. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം. ഓഹോ, അതിരിക്കട്ടെ, നമ്മളാരാ, എന്താ കാര്യം? ഞാൻ RAF ക്യാമ്പെന്ന്. ആ ബംഗ്ലാവ് കുന്നിൽ കുറെ മൽഗുണന്മാര് വന്നിറങ്ങിട്ടെന്ന് കേട്ട്. പക്ഷെ ഇപ്പോഴും എന്തിന് പോലീസ് തന്നെ വേണം? നിന്റെ മുറി പോടാ. വരട്ടെ. അപ്പോഴേ ഗബ്ബർ സാറേ, ഞാൻ പട്ടാഭിരാമൻ, മേജർ പട്ടാഭിരാമൻ, ക്യാമ്പിൽ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ സഹായത്തിനും പോലീസ് ഉണ്ടാവുമെന്ന് അറിയിച്ചിരുന്നു. ആരെയും കാണാഞ്ഞോണ്ട് തെരഞ്ഞിറങ്ങിയതാ. അയ്യോ, സത്യമായിട്ട് സഹായം വേണമെന്ന് അറിഞ്ഞില്ല സാർ. ആ, ക്യാമ്പിലേക്ക് സ്ഥിരമായിട്ട് പാല് വേണമായിരുന്നല്ലോ. അയ്യോ, ഈ സ്റ്റേഷനിൽ ഇപ്പൊ കറവില്ല സാർ, സത്യമായിട്ടില്ല. ഞങ്ങളിവിടെ വന്ന അത്ര പിടിച്ചില്ലെന്നറിയാം. ഇളക്കല്ലേ? അല്ല സാർ, ആളറിയാതെ. വേണ്ട, അഭ്യാസം നടക്കണ്ട. പാലെവിടെ കിട്ടുന്ന പറയാ. ഈ ഗ്രാമത്തിലെ ഏക കറവക്കാരനാണ് നാരായണൻ, കറവനാരായണൻ. പകല് കണ്ടില്ലെങ്കിൽ വൈകിട്ട് അമ്പലത്തിൽ കാണും. ആ, അങ്ങനെ കാര്യങ്ങൾ മണി പോലെ വേണം പറയാൻ കേട്ടോ. ഞാൻ വേണമെങ്കിൽ ആളെ വിട്ട് വിളിപ്പിക്കാം സാർ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നേ? ഇപ്പൊ ഞാൻ പോട്ടെ ഗബ്ബർ സാറേ. ഞാനിവിടെയൊക്കെ തന്നെ കാണും. നമുക്ക് കാണണം. ആ, കാണണമെന്ന് പറഞ്ഞാല് ഇത്തിരി കട്ടി കൂടുതലില്ലേ സാർ? താൻ പോയി ആ പിലാക്കണ്ടി എവിടെയാണ് തപ്പടോ? ഇതിലും ഭേദം വല്ല മുത്തങ്ങയിലേക്ക് ഇറാഖിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിക്കുന്നതാ. അതെ, നമ്മളെല്ലാരും കൂടെ പോണോ? സംഗതി പട്ടാളോടെ.
നീ ധൈര്യമായിട്ട് വാ പുഷ്കു. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഇത് അങ്ങനെ വിടാൻ പറ്റോ? ഇന്ന് സുഗുന പൊക്കി, നാളെ നമ്മളെ പൊക്കിൽ എന്താ ഉറപ്പ്? ഉമ്മാ. സുഖമായിട്ട് പോടോ. ഇവനാ ഇങ്ങോട്ട് പാടോ. ഞാനാ. താനാണ് ഇവിടുത്തെ നേതാവല്ലേ? അങ്ങനെയൊന്നുമില്ല. കേരളത്തിലും കേന്ദ്രത്തിലും ചെറിയൊരു പിടി. അതും വെച്ചിട്ട് വെളച്ചിലെടുത്താലുണ്ടല്ലോ തന്റെ കേന്ദ്രവും സ്റ്റേറ്റും കൂടെ ഞാൻ ഒന്നാക്കി കളയും. മനസ്സിലായോ? സാറ് പറഞ്ഞു കേട്ടില്ലേ? എല്ലാരും മാറുന്നേടാ. സാറ് പോയട്ടെ, എല്ലാരും പാവത്തന്മാരാണ്. നീന്താടാ കുഞ്ഞു കുഞ്ഞായിട്ട് നിൽക്കണേ? പട്ടാളക്കാർ നിന്നെ പീഡിപ്പിച്ചോ? പീഡിപ്പിച്ചൊന്നുമില്ല, ഒന്ന് പേടിപ്പിച്ചു. ആ, നമ്മള് കരുതിയിരുന്ന പോലെ കുഴപ്പക്കാരനൊന്നല്ലെന്നേ. ഞാനിത് എത്ര കണ്ടതാ ഡൽഹിയില്. ഇന്ത്യ ഗേറ്റ് തൊട്ട് തോക്കും കുത്തിപ്പിടിച്ച് നിൽക്കുന്നത് മുഴുവൻ യുവമാരല്ലേ. എന്നാലും ഇത് എല്ലാവർക്കും ഒരു പാഠം. എന്നും ഇങ്ങനെ ജീവനോടെ തിരിച്ചു വരണമെന്നില്ല. ഓരോ ജീവൻ രക്ഷാ പോളിസി എടുത്താൽ അവരവരുടെ കുടുംബത്തിന് ഉപകരിക്കും. മയ്യത്തും കാര്യമില്ല ഓന്റെ ഒരു ബിരിയാണി കച്ചവടം. അതിന്റെ ഒരു പോളിസി. घर कब आओगे, घर कब आओगे, लिखो कब आओगे कि तुम बिन ये घर सुना सुना है. संदेश आते हैं हमें तड़पाते हैं. ഇതെന്താ? അണ്ണനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. ഇതിന് അന്ന് RAF-ലേക്ക് ഡെപ്യൂട്ടേഷൻ എഴുതി കൊടുത്തപ്പോഴേ പറഞ്ഞല്ലേ ഞാൻ ഇങ്ങോട്ടില്ലാന്ന്. അവിടെ ബോർഡറിലാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ട് കഴിയായിരുന്നു. വരുന്ന വഴിക്ക് എന്തിനാ എന്റെ ലിക്കർ കോട്ട സ്റ്റോപ്പ് ചെയ്ത്? അതോ, ഞാനും കൂടെ അവിടെ ഇല്ല. നീ റമ്മി കുളിക്കുമെന്ന് അറിയാവുന്നോണ്ടാ ഞാൻ നിന്റെ അപ്പത്തിന് വാക്ക് കൊടുത്തിട്ടുള്ളത് എന്റെ കുടി കൺട്രോൾ ചെയ്തോളാം. ആ, അത് ശരി. ലിക്കർ കോട്ടയില്ലെങ്കിൽ ഞാൻ അവിടെ ഫ്രണ്ട്സും കമ്പനി ആയിട്ട് ലാവിഷായിട്ട് കഴിയായിരുന്നു. സ്പെഷ്യൽ റിക്വസ്റ്റ് എഴുതി കൊടുത്തിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിനാ പച്ചക്കറി ആക്കാനോ? ആ, നിനക്ക് അവിടെ ഫ്രണ്ട്സും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടല്ലോ. എനിക്കിവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലേ? പൊയ്ക്കോ, ഞാൻ റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്തോളാം. അതല്ല അണ്ണാ, ഇത്രയും നല്ല ആൽക്കഹോളിക് വെതറുള്ള സ്ഥലത്ത് വൈകുന്നേരം ആ കുളി കഴിഞ്ഞിട്ട് ആ കുപ്പി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് 4 എണ്ണ ഒഴിച്ച് ഗ്ലഞ്ചം അടിച്ചിട്ട് ആ വാച്ച് ടവറിന്റെ മോളിൽ കയറി ഇരുന്നാണ്ടല്ലോ, എനിക്ക് കൊതിയായിട്ട് പാടില്ല. എന്നിട്ട് വേണം എന്റെ മോളിൽ താഴോട്ട് വീഴാൻ. ഇതാ പറഞ്ഞത് ശരിയാവില്ലെന്ന്. ഒരു കാലത്തും ശരിയാവില്ല. ടവറിന്റെ മുകളിൽ ഇരിക്കില്ല, ഗ്രൗണ്ടിൽ ഇരിക്കാലോ. അണ്ണാ പ്ലീസ്, ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കില്ല. കർത്താവാണ് സത്യം. വേണമെങ്കിൽ എന്റെ കോട്ടയിൽ നിന്ന് 2 പേർക്ക് തരാം. 2 എണ്ണം കിട്ടിയിട്ട് എന്തിനാണ് നാവ് കാണിക്കാനാണ്? പൊയ്ക്കോ. 3 എണ്ണം. ഒഴി. चलो चलो हमारे साथ बुलाया. चलो चलते रहे. धक्का क्यों मार रहे? हमारी क्या गलती हो गई भाई बाप? മഴവേട്ട വെറുതെ എങ്ങനെയും തൂങ്ങണോ? പെൻഷൻ പറ്റി വല്ല ചിട്ടി കമ്പനിക്കാ ജ്വല്ലറിക്കാ കാവല് നിൽക്കാറായില്ലേ? വീട്ടില് പോയി പറടാ. മോഹൻ മനുഷ്യനെ ബോറടിപ്പിച്ചു കൊല്ലാന്ന് ഈ സാറ് വല്ല നേരത്തെ നേർന്നിട്ടുണ്ടാ. ഞാൻ തന്നെ ഈ പടം 12ാമത്തെ തവണയെ കാണുന്നത്. എന്താ നിനക്ക് ഷക്കീല പടം കാണിച്ചാടാ? എടാ, എന്നും പട്ടാളക്കാരുടെ പടം കാണിച്ച് ഒരു പട്ടാളക്കാരുടെ ധർമ്മം എന്താണ് നമ്മളെ പഠിപ്പിക്കാനാണ് സാറിന്റെ ശ്രമം. പഠിപ്പിച്ച് ഉള്ള ധർമ്മം ഇല്ലാണ്ടാകാതിരുന്നാ മതി. सौ साल पहले मुझे तुमसे प्यार था, मुझे तुमसे प्यार था. आज भी है और कल भी रहेगा. जिया बेकरार था, जिया बेकरार था. आज भी है और कल भी रहेगा. 100 साल पहले. കുമാരസ്വാമി ഇറങ്ങി വണ്ടി വിട്ടോ.
ഡ്യൂട്ടി സമയത്ത് സ്വപ്പം മദ്യപിച്ച് മയങ്ങിപ്പോയതിന് എനിക്ക് സസ്പെൻഷൻ. പകൽ സമയത്ത് നിന്നെ കത്തിച്ചിട്ടതിന് ഏത് തെണ്ടിയെ സസ്പെൻഡ് ചെയ്യണം? ഇതിലാർക്കും പരാതിയില്ല. എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്. നീ ഇങ്ങനെ മാനമുട്ട ഞെളിഞ്ഞൊന്ന് എന്നെ നോക്കി കൊതിപ്പിക്കാനടി എന്റെ പൊന്ന് വാട്ടർ ടാങ്ക്. എവിടെ നിന്റെ പുതിയ ടെമ്പററി പമ്പ് ഓപ്പറേറ്റർ? ടെമ്പററി ഓപ്പറേറ്റർ മോനെ. പണ്ടജാവൻ കാത്തിരിക്കായിരുന്നോടാ കട്ടിലൊഴിയെ. ഈ ടാങ്കിന്റെ പമ്പ് ഞാൻ തന്നെ ഇനി ഓപ്പറേറ്റ് ചെയ്യും. ഇന്ന് ഇപ്പൊ നീ ഇവിടെ സ്ഥലം വിട്ടോണം കേട്ടാ. വെള്ളം അടിച്ച് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലേ ഞാൻ പോലീസിനെ വിളിക്കും. പിന്നെ തന്നെ സസ്പെൻഷൻ ഉണ്ടല്ലോ, ഡിസ്മിസിലാവും. പോലീസിന്റെ അമ്മായപ്പനോ? നീ വിളിക്കൂടാ പോലീസിനെ? വിളിക്കും. നീ വിളിക്കൂടാ പോലീസിനെ? വിളിക്കും. എന്നാ വിളിക്ക്. ചുമ്മാ ഇത് എന്ത് ഏർപ്പാടായത്? സർക്കസ് ആണോ അതോ റെക്കോർഡ് ഡാൻസോ? സർക്കസാ. ബബൂൺസ്. കോമാളി, നീലകോമാളി. കോമാളി ഇതേത് സർക്കസാ? ജമിനി സർക്കസ് ആണോ റൈവൻ സർക്കസ് ആണോ കോമാളി? കോമാളി മനസ്സിലായില്ലേ? नहीं तो ഓ മലയാളി അല്ലേ? യഹി സർക്കസ് കോൺ ഹൈ കോമാളി? കോമാളി जोकर्स. ये सर्कस है तू जोकर्स है. तूने मुझे जोकर बोला? साला ये पागल है, ऐसे ही लगता है. എടി മാലിനി, പുളിയിലായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്ക്. ഇന്ന് ആരുടെ അടുത്തുനിന്നാണാവോ? എന്താ പറ്റിയത്? കുമാരൻ ആരാ നീ ചെറ്റകൾക്ക് അറിയില്ല. എന്നെ തല്ലിട്ട് ഈ പൊന്നാരി വെക്കരുത് സർക്കസ് നടത്തുന്ന എനിക്കൊന്ന് കാണും. അയ്യോ കുമാരേട്ടാ, അത് സർക്കസുകാരല്ല, പട്ടാളക്കാൻ വന്നതാ. ആരാണ് ഇവിടെ ഹിന്ദി പറഞ്ഞത്? ഞാൻ മന്ത്രിയെ കാണാൻ പോയ തക്കത്തിന് പട്ടാളക്കാർ എറിഞ്ഞിങ്ങ ഇവിടെ. ആരാണ് ഇതിന്റെ ഹിന്ദി പഠിപ്പിച്ചോ? അതിനിവിടെ ആര് ഹിന്ദി പറഞ്ഞെന്നാ? കേട്ടില്ലേ ഈ പീസ് അച്ചാച്ചാന്ന് പറഞ്ഞ? അയ്യോ, അത് മലയാളത്തിൽ അച്ചാന്ന് വിളിച്ചത്. ഇനി മലയാളത്തിൽ എന്നല്ല ഒരു ഭാഷയിൽ ഇവിടെ ഹിന്ദി കേട്ടു പോകരുത്. മാറില്ലടി. ഈശ്വര, ഈ മനുഷ്യൻ വന്നു തുടങ്ങി. ചേട്ടാ ആ വലിയ കുപ്പി അത് ഒരു 200 രൂപ എടുത്തേ. ഗോപാൽജി ഒരു 20 രൂപ കുറവുണ്ട്. അടുത്തവണ അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, കടമൊക്കെ അങ്ങ് ബാറിൽ പറഞ്ഞാൽ മതി കേട്ടാ. എടാ നിന്റെ ഒക്കെ പ്രായത്തില് ചൂടും തണുപ്പും സഹിച്ച് അതിർത്തിയിൽ ഉറക്കമഴിച്ച് കിടന്നതിന് കിട്ടണതാ ഈ മിലിറ്ററി കോട്ട. അതിലേ മണ്ണിട്ടളക്കരുത് കേട്ടാ. അടുത്ത തവണ ശരിയാക്കും ഗോപാൽജി. നിന്റെ പാട്ട് പോടാ. രാജ്യം കൊടുക്ക. അയ്യോ അയ്യോന്നോ അയ്യോ ഗോപാൽജി മതി. ആ ഒരു 20 രൂപയ്ക്കുള്ള ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു കടവില്ല. അയ്യോ ഈ കറവക്കാരൻ നാരായണന്റെ വീട് എവിടെയാ? കറവക്കാരൻ ആരാണോ? ഓ നമ്മുടെ വെളിച്ചപ്പാട്. അയാളിപ്പോ വീട്ടിൽ കാണൂല, അമ്പലത്തിൽ കാണും. അമ്പലത്തിലോട്ട് ജാവോ, സീതാ ജാവോ, സീതാ ജാവോ. താങ്ക് യു. ഓക്കേ. ദേവി കുറെ നാളായിട്ട് മുങ്ങി നടക്കായിരുന്നു അല്ലേ? 2-3 മാസം പാലിന്റെ കാശ് കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കിട്ടിയ അമ്മയ്ക്ക് സന്തോഷാവും. അമ്മേ ഭഗവതി. എന്താണ് പട്ടാളം അമ്പലത്തില്? തെരഞ്ഞു നടന്ന് കാണാനിട്ട് ഇങ്ങോട്ട് വന്നത്. എന്തിന്? പട്ടാള ക്യാമ്പിലേക്ക് പാല് വേണം, അത് പറയാൻ വേണ്ടിയാ വന്നത്. അത് ശരി. എന്നാ പൊക്കോളൂ, വഴിയുണ്ടാക്കാം. അമ്മേ വഴിയുണ്ടാക്കാം. ദേവി രക്ഷപ്പെട്ടു. കൃഷ്ണൻകുട്ടി സർ, ഇപ്പൊ എന്തൊക്കെ കാണുന്നുണ്ട്? മരങ്ങൾ, ദൂരമല, ചുവന്ന കൊടി, കൊടികെട്ടിയ വടി, ബോർഡ്, ആൾരൂപം എല്ലാം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് സർ. ആ ബെസ്റ്റ്. ഗൺ എയിം ചെയ്യുന്ന പട്ടാളക്കാരൻ തന്റെ പ്രതിയോഗിയെ മാത്രമേ കാണാൻ പാടുള്ളൂ. മലയും കോപ്പും ഒക്കെ കാണാൻ പോയാലേ ശത്രുവിന്റെ ബുള്ളറ്റ് നിന്റെ നെറ്റി തുളയ്ക്കും. ബി ഇൻ യുവർ പൊസിഷൻ. എക്സസൈസ് ചെയ്ത ശരീരം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ചിട്ട, ഏകാഗ്രത, മനസാന്നിധ്യം, ഇതൊക്കെയാണ് പ്രധാനം. മനസ്സിലായോ? ക്യാമ്പിലേക്ക് പാല് പാല് കടന്ന് കൊടുക്കാൻ. മനസ്സിലായല്ലേ? അവിചാരിതമായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഡിസിപ്ലിനും മനസാന്നിധ്യവുമാണ് ഒരു പട്ടാളക്കാരന്റെ രക്ഷാകവചം. ഏത് പ്രതിസന്ധിയിലും ധൈര്യം കൈവിടരുത്. പട്ടാളാണ്.
താനെന്താ പശുവിനെ കൊണ്ട് കബഡി കളിപ്പിക്കാം? ഇവിടുത്തെ ബിസിനസ് നമുക്ക് പറ്റും തോന്നുന്നില്ല ലക്ഷ്മി. നിന്റെ പശുവിനെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നേ? വാ മോളെ വാ വാ. അയ്യോ ക്ഷമിക്കണം, എനിക്ക് ലക്ഷ്മിക്കുട്ടിക്ക് ഈ വക വെടിശബ്ദം ഒന്നും പരിചയമില്ല. നിങ്ങൾ അതിനെ എവിടെയെങ്കിലും ഒന്ന് കെട്ട്. ആ വാ വാ വാ, കെട്ടാം കെട്ടാം. സാർ സാർ ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ഒറ്റ ചവിട്ടിയാ വെച്ചല്ലോ. ആഹാ എന്നാ അവിടെ കട. പശുവിനെ പേടിച്ചിങ്ങനെ ഓർഡർ പട്ടാളാണെങ്കിൽ അതിർത്തിയിൽ കുറച്ച് പശുവിനെ അഴിച്ചു വിട്ടാ പോരെ, അല്ലേ ലക്ഷ്മിക്കുട്ടി? सौ साल पहले मुझे तुमसे प्यार था, 100 साल पहले मुझे तुमसे प्यार था. सौ साल पहले मुझे तुमसे प्यार था, मुझे तुमसे प्यार था. 100 साल പട്ടാള പട്ടികളെ ആരാണ് അവിടെ ഓലിയിടുന്നത്? ചെറ്റൻ താഴെയാണ് അപ്പുറത്ത്. ഗായകൻ വെട്ടത്തോട്ട് ഇറങ്ങി വാടാ. ഇറങ്ങി വരില്ലേടാ ഗായക. വേണ്ട, അവിടെ തന്നെ നിന്നോ. ഈ കുമാരന് ഉന്നം ഉണ്ടോ എന്ന് കാണിച്ചു തരാം. പെണ്ണുങ്ങൾക്ക് മാനം മര്യാദ ജീവിക്കാൻ സാധിക്കില്ലെന്ന് വെച്ചാ ഇറങ്ങി വാടാ ചെറ്റ ഗായക മോനെ. വരുന്നുണ്ടോ? എടീ, നീ എന്നെ ഒരുപാട് കൺട്രോൾ ചെയ്യരുത് കേട്ടോ. നീ വളരെ ഇന്ന് എനിക്ക് രണ്ടിലോ അറിയണം. എടാ പട്ടാള പട്ടികളെ, അകത്തേക്ക് വരാൻ. ഞാൻ ഇത് കൂടി ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ലാസ്റ്റ് ബോൾ. ഈശ്വരാ, ഇത് എന്തിനാ മാറ്റാടാ ഇത്? കേറാൻ. എന്താ നുഴഞ്ഞു കയറാൻ പഠിപ്പിക്കേ. നുഴഞ്ഞു കയറാൻ ഇങ്ങേർക്ക് ഇത് എന്തിന്റെ കേടാണ്? ആകാശത്ത് കൂടി പോണ വെടിയുണ്ട കോണി വെച്ച് കയറി കൊണ്ടോളും.